പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN സുരേഷ് ബാബുവിന് സംസ്ഥാന നേതൃത്വത്തിന്റെ താക്കീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ചെറ്റ വർത്താനം പറയരുത് എന്നാണ് ജില്ലാ നേതാവിനോട് CPM നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് ഷാഫി പറമ്പിലിനെതിരെ ഈ കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇക്കിളി കഥകൾ പടച്ചുവിട്ട സുരേഷ് ബാബു ആദ്യം ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞ് ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നു. കുറച്ചു നേരത്തിൽ അത് വലിയ ചർച്ചയാവുന്നു, വിമർശനങ്ങളാകുന്നു. ഉടനടി അടുത്ത വീണ്ടും മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നു, അവരോട് പറയുന്നു ഞാൻ അങ്ങനെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് പറയുന്നു കോലിട്ടിളക്കിയാല് അത് വലിയ ബുദ്ധിമുട്ടാകുന്നു. പക്ഷെ ബുദ്ധിമുട്ടായത് ഷാഫിക്കല്ല, ബുദ്ധിമുട്ടായത് ഈ പറയുന്ന സുരേഷ് ബാബുവിന്റെ നേതൃത്വം തള്ളുന്ന ഒരു രീതിയാണ് നമ്മൾ പാലക്കാട് ഈ വിഷയത്തിൽ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ആരോപണത്തിൽ AK ബാലൻ പറഞ്ഞു എന്റെ കയ്യിൽ തെളിവുകളില്ല എന്ന്. ഇയാളുടെ മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന NM കൃഷ്ണദാസ് പറയുന്നു എനിക്കറിയില്ല എന്ന്. MP രാജേഷ് പാലക്കാട് നിന്നുള്ള LDF മന്ത്രിയായിട്ടുള്ള CPM നേതാവായിട്ടുള്ള MP രാജേഷ് പറയുന്നു അയ്യയ്യയ്യേ നാണക്കേട്, നിങ്ങൾക്ക് വേറൊന്നും ചോദിക്കാനില്ലേ എന്ന്. ഇത്തരത്തിൽ കേട്ടവരെല്ലാവരും തള്ളിക്കളഞ്ഞ EN സുരേഷ് ബാബു ഇപ്പോഴിതാ പാർട്ടി പറയുന്നു എടാ ചെറ്റത്തരം കാണിക്കല്ലടാ, ഇല്ലാ കഥകളും അതല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം ഇല്ലാതിരിക്കില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടതാണ്. ഒരു അന്തംകമ്മിയുടെ ഒരു കുറിപ്പാണ്. ആ അന്തംകമ്മിയുടെ കുറിപ്പിൽ പറയുന്നത് പാലക്കാട് ജില്ലയില് കോൺഗ്രസിന് UDF എന്ന് പറയാൻ ഒരൊറ്റ സീറ്റേ ഉള്ളൂ, അത് പാലക്കാടാണ്. അത് അങ്ങനെ ആക്കി തീർത്തത് ആരാണ്? ഈ സുരേഷ് ബാബുവിന്റെ കഴിവാണ്. അതുകൊണ്ടാണ് സുരേഷ് ബാബുവിനോട് എല്ലാവർക്കും ദേഷ്യം എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. ഈ സുരേഷ് ബാബു ആക്കി തീർക്കാൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി ആയത് എന്ന് മുതലാ? ഈ ഇലക്ഷനുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സുരേഷ് ബാബു പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ സുരേഷ് ബാബു മത്സരിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട്. ആ പാലക്കാട് മത്സരിച്ച 2 തെരഞ്ഞെടുപ്പിലും പാലക്കാട് സുരേഷ് ബാബു 8 നിലയിൽ പൊട്ടിയതാ. ഇതാണോ സുരേഷ് ബാബുവിന്റെ കഴിവ്? ഇനി അതവിടെ നിൽക്കട്ടെ. അത് ഈ അന്തംകമ്മികൾക്ക് അങ്ങനെ പലതും പറയാനുണ്ടാവും, അത് നമ്മളെ വിഷയാക്കാറില്ല. കാരണം ഈ ക്യാപ്സൂളുകൾ ഇറക്കി കൊടുക്കുന്നവർക്ക് അന്തമില്ല കുന്തമില്ല ബോധമില്ലാത്തവരാ. ഷാഫി പറമ്പിലിന്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോ ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് ഇനി ചെറ്റത്തരം പറയരുത് എന്നുള്ള താക്കീതാണ് സുരേഷ് ബാബുവിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു അനലൈസ് ചെയ്യുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഷാഫി പറമ്പിലിന്റെ കഴിഞ്ഞ ദിവസത്തെ പാലക്കാട് സന്ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചു വന്നിറങ്ങിയതിന്റെ തൊട്ട് പിറ്റേന്നത്തെ ദിവസം ഈ PJ പൗലോസേട്ടന്റെ വീട്ടിലേക്ക്, അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മരണപ്പെട്ട PJ പൗലോസേട്ടന്റെ വീട്ടിലേക്കാണ് ഷാഫി പറമ്പിലെത്തിയത്. അവിടെ അനുശോചനം രേഖപ്പെടുത്തുവാനും അവരുടെ വീട്ടിലേക്കാണ് ഷാഫി പറമ്പിലെത്തിയത്. ആ ഷാഫി പറമ്പിലിന്റെ ആ വരവോട് കൂടി രാഹുൽ മാങ്കൂട്ടം വിഷയം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ വാർത്ത പോലും എവിടെയെങ്കിലും കാണാനുണ്ടോ? അത് മാത്രമല്ല, കൊടുക്കേണ്ടവർക്കൊക്കെ നെരിവട്ടം കൊടുത്തിട്ടാണ് ഷാഫി പാലക്കാട് നിന്ന് പോയത് എന്നുള്ളതാണ്. അത് ഷാഫി പാലക്കാട് അന്ന് PJ പൗലോസേട്ടനെ കാണാൻ വന്ന്, അത് കഴിഞ്ഞ് മണ്ണാർക്കാട്, അപ്പോഴാണ് ഈ പറയുന്ന സുരേഷ് ബാബുവിന്റെ ഈ പ്രസ്താവന വരുന്നത്. ഈ പ്രസ്താവനയ്ക്ക് ശേഷം അത് കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് വെച്ചിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷാഫി പറഞ്ഞ ആ കാര്യങ്ങൾ എല്ലാത്തിനുള്ള മറുപടിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഷാഫി പാലക്കാട് നിന്ന് തിരിച്ചുപോയി, ബട്ട് പിന്നീട് പാലക്കാട് നിന്ന് ഒരു അവസരങ്ങളും ഉയർന്നില്ല, ഒരു രീതിയിലുള്ള വാർത്തകളും വന്നില്ല, ഒന്നും ഉണ്ടായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ ഷാഫി പാലക്കാട് വന്ന് തിരിച്ചു പോയതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിലും സുരേഷ് ബാബുവിനെ ചൊടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ഷാഫി പാലക്കാട് എത്തുന്നതിന്റെ തലേ ദിവസം രാഹുൽ പാലക്കാട് വരുന്നു.
പാലക്കാട് ജനങ്ങളുമായി ഇടപഴകുന്നു, കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ചായ കുടിക്കുന്നു, ചോറുണ്ണുന്നു. എന്തിനധികം രാഹുലിനെ കാണാൻ അവിടെ സെൽഫി എടുക്കാൻ പോലും ആവേശവും തിരക്കും. അത് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം ഷാഫി പറമ്പിൽ വരുന്നു പാലക്കാട്ട്. ഈ പാലക്കാട്ട് വരുന്നു. ഇതൊക്കെ കാണുമ്പോ രാഹുൽ അന്ന് വന്നു, അന്ന് തന്നെ വൈകുന്നേരം തിരിച്ചു പോവുകയോ ഒന്നും ചെയ്തില്ല. രാഹുൽ പിറ്റേന്നും അവിടെ ഉണ്ടാവുന്നു, കാര്യങ്ങൾ സജീവമാകുന്നു ഒക്കെ കാണുമ്പോൾ അതിന് പിന്നാലെ ഷാഫി കൂടി പാലക്കാടിന്റെ മണ്ണിലേക്ക് ഒരു വരവ് വരുമ്പോ സ്വാഭാവികമായിട്ടും സുരേഷ് ബാബുവിനെ പോലുള്ളവർക്ക് വല്ലാത്തൊരു ഭയമുണ്ടാകും. ആ ഭയത്തിന് പുറത്തു നിന്നാണ് ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാഫി വന്നു, ഷാഫിക്കെതിരെ ഈ പറയുന്ന സുരേഷ് ബാബു ഒരു പ്രസ്താവന നടത്തി. അപ്പോ പിണറായി വിജയൻ തന്നെ, സാക്ഷാൽ പിണറായി വിജയനും ഗോവിന്ദൻ സഖാവും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ചെറ്റെ ഇത്തരം ചെറ്റത്തരം കാണിക്കലട എന്ന് പറഞ്ഞു. കാരണം എന്തൊക്കെ ചെയ്താലും ചെറിയ ചെറിയ അവിടെയും ഇവിടെ ഒക്കെ ഒരു മറയൊക്കെ ഉണ്ടാവണം പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ എന്നാണ് ഗോവിന്ദ സഖാവിന്റെ വാദം. അപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഷാഫി വന്നു, ആ അവസാനം ആ പത്രങ്ങളെ കണ്ടു, മാധ്യമങ്ങളെ കണ്ടു, അവിടുന്ന് തിരിച്ചു പോകുന്നതോടുകൂടി കാര്യങ്ങൾ എല്ലാം അവസാനിച്ചു. ഇപ്പോഴെന്താ സിറ്റുവേഷൻ? ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ എന്താ വെച്ചാല്, പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഊർജ്ജസ്വലനായിട്ട് വളരെയധികം എന്താ പറയേണ്ടത്, തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ വളരെ ഊർജ്ജസ്വലനായിട്ട് മണ്ഡലത്തിൽ ഇതിനേക്കാൾ മുമ്പുണ്ടായതിനേക്കാൾ അതിലേറെ പുതുപ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാലക്കാട് ടൗൺ ഹാളിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു. അതുപോലെ പാലക്കാട്ട് അവിടെ ഒരു സ്റ്റേഡിയം പണിയുന്ന കാര്യവുമായിട്ട്, ഒരു മിനി സ്റ്റേഡിയം പണിയുന്ന കാര്യവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു. അതുപോലെ പറയത്തക്ക ഒരുപാടധികം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതരാകുന്നു, മുഴുകുന്നു എന്നുള്ളതാണ്. ഈ ഒരു വരവ് എനിക്ക് തോന്നുന്നു, ഈ ഷാഫിയുടെ ഈ ഒരു വരവ് അത് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാവണമായിരുന്നു. മീൻസ് ഇതിപ്പോ പൗലോസേട്ടൻ മരിച്ച ആ സമയത്താണല്ലോ ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് അതിന്റെ ആ ഒരു അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നത്. ഇത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഉണ്ടാവണമായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഷാഫിയുടെ വരവ്, എസ്പെഷ്യലി ഈ പ്രാവശ്യം ആ പാലക്കാട്ട് ഷാഫി വന്നത്, അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും അധികം ഉപകാരപ്പെട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുന്നത് കാരണം, ഷാഫി വന്നു, ആ പത്രസമ്മേളനം നടത്തി, ഷാഫിക്കെതിരെ ഒരു ആരോപണം വരുന്നു, അല്ലെങ്കിൽ ആരോപണമല്ല, ഒരു അധിക്ഷേപം നടത്തുന്നു, ഷാഫിയെ തെറി വിളിക്കുന്നു. ഒരു പാർട്ടി സെക്രട്ടറി ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്തൊക്കെ പക്വതയിൽ സംസാരിക്കണമോ ആ ഒരു പക്വതയും ഇല്ലാതെ സംസാരിച്ചു അധിക്ഷേപിക്കുന്ന പാർട്ടി സെക്രട്ടറിക്ക് മറുപടി കൊടുക്കുന്നു ഷാഫി പറമ്പിൽ. അത് കഴിയുന്നതോടുകൂടി നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയിൽ ഇടക്കിടക്ക് ബിഗ് ബ്രേക്കിംഗ് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് മൊട്ട ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൊട്ട കുരച്ചാണ് മൊട്ടയുടെ തലയിലെ മുടിയൊക്കെ പോയത്, അത് നിങ്ങൾക്കറിയാം. അപ്പോ മൊട്ട ഇടക്കിടക്ക് കുരയ്ക്കായിരുന്നു, ബിഗ് ബ്രേക്കിംഗ്. കഴിഞ്ഞ ദിവസം പോലും ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുന്നതിന്റെ തലേ ദിവസം പോലും ഭയങ്കര ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു. എന്തായിരുന്നു ബിഗ് ബ്രേക്കിംഗ്? പുതിയ മൊഴിയെടുത്തു, ആ പുതിയ തെളിവുകൾ കണ്ടെത്തി, ടെലഗ്രാം ചാറ്റുകൾ കണ്ടെത്തി, ഒരു മൈയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം ബിഗ് ബ്രേക്കിങ്ങുകളൊന്നുമില്ല, എല്ലാം അവസാനിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഏറ്റവും വലിയ അടി കിട്ടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, അത് നമ്മളെ അന്തം കമ്മി സഖാവ് സുരേഷ് ബാബുവിനാണ് ഏറ്റവും വലിയ അടി കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്.